എന്റെ കള്ളത്തരം നീ പിടിച്ചതുപോലെ നിന്റെ കള്ളത്തരവും എനിക്കറിയാം. ഒരാള് മറ്റൊരാളെ കാണിച്ചു കൊടുത്താ രണ്ടു ഭാഗത്തും നഷ്ടമുണ്ടാവും. ലാഭവും നഷ്ടവും ദൈവം തീരുമാനിച്ചോളൂ. നിന്നെ ഇനിയും ഇങ്ങനെ തന്നെ വിട്ടാലേ ഇനിയും ഏതെങ്കിലും വിഷം കലർത്തി തന്ന് എല്ലാരെയും കൊന്നുകളയും. ഊർമിളെ, നമ്മളെക്കുറിച്ച് അറിഞ്ഞാ കൂടിപ്പോയ ഇവിടുന്ന് പുറത്താക്കിയെന്നിരിക്കും. പക്ഷെ ഈ ചന്ദ്രിക ഇവിടെ തന്നെ നിർത്തിയാ നമ്മളെ നേരെ മേളിലേക്ക് അയച്ചു കളയും. എന്തിനാ ഈ ആവേശം വരും? എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടുത്തിയ വിദ്വേഷത്തിന്റെ പേരിലാ വർമ്മയുടെ കുടുംബം മൊത്തം ശവപ്പറമ്പാക്കാൻ തീരുമാനിച്ചത്. കഷ്ടകാലത്തിനത് ചീറ്റിപ്പോയി. എന്തിനന്ന് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഇന്ന് എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എന്റെ പ്രതികാരം തീർക്കേണ്ടത് കുടുംബത്തിലെ സകലരെയും കൊന്നുകൊണ്ടല്ല, ആ വൈദേഹിയെ മാത്രം കൊന്നാ മതിയാകും. തുടക്കം തൊട്ട് എന്റെ ഓരോ ചുവടിനും തടസ്സമാകുന്നത് ആ വൈദേഹി മാത്രമാണ്. ആ ഒറ്റ ഒരുത്തി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് എന്റെ മോൾ മരുമോളായി വാണേനെ. പക്ഷെ ഇപ്പൊ എന്റെ മോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് അവൾ ഇവിടെ അമ്മ അവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എന്റെയും നിങ്ങളുടെയും എല്ലാം ഉന്നം ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ്. ശത്രുവിന്റെ ശത്രു മിത്രമാണെന്നല്ലേ? നമ്മൾ ഒന്നിച്ചാൽ ഈ പണി എളുപ്പം തീരും. ആലോചിച്ചു നോക്ക്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റുമെന്നാ? വൈദേഹിക്ക് കുഞ്ഞു ജനിച്ചാൽ നിങ്ങൾക്ക് പിന്നെ നല്ല ജീവിതം ഉണ്ടാവില്ലെന്നല്ലേ പേടി? ആ പേടി ഞാൻ മായ്ച്ചു തന്നാലോ? എന്നുവെച്ചാ എന്ത് ചെയ്യാൻ പോവാ? വൈദേഹിയുടെ ഗർഭത്തിൽ കിടക്കുന്ന പിണ്ടത്തെ അവളുടെ വയറ്റിൽ തന്നെ ഞാനങ്ങ് പിണ്ടം വെക്കും. നിന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റുമോ? പറ്റുന്നതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എന്നാൽ ഇരുചെവി അറിയാതെ, ആരുടെ പേരും പുറത്തു വരാതെ. നിന്റെ പേര് പുറത്തു വരില്ല, പോരെ? പക്ഷേ എല്ലാത്തിനും നിങ്ങൾ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നടത്തി തന്ന ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. ഇനി നിന്റെ ലക്ഷ്യം അത് മാത്രമായിരിക്കണം. ഹലോ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങൾ എല്ലാവരെക്കാളും എന്റെ വാവയ്ക്ക് ചന്തം കൂടുതലായിരിക്കും. എന്താ, വിഷമായി പോയോ? വൈദേഹി, ദേവേട്ടാ, ഇത്രയും നേരം എവിടെ പോയതാ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീങ്ങി വന്നേ. ഇരിക്കെ. എന്താ ദേവേട്ടാ? നീ ആദ്യം ഇരിക്കേ. ഞാൻ പോയത് ഇത് കൊണ്ടുവരാൻ വേണ്ടിയാ. എന്താ ദേവേട്ടാ പുതുതായിട്ട്? ഇത് എന്റെ ജീവനും എന്റെ ജീവന്റെ ജീവനും ഉള്ളതാ. ജീവനും ജീവന്റെ ജീവനും? എന്താ ദേവേട്ട നീ പറയുന്നേ? വൈദേഹി, നീയാണല്ലോ ശരിക്കും എന്റെ ജീവൻ. അപ്പൊ എന്റെ ജീവന്റെ ഉള്ളിലുള്ളത് ജീവന്റെ ജീവൻ. പൂക്കൾ കാണുമ്പോ നമ്മുടെ മനസ്സിന് ഉന്മേഷം കിട്ടുമെന്നാ പറയുന്നേ.
അത് അമ്മയ്ക്കും വയറ്റി കിടക്കുന്ന കുഞ്ഞിനും ഒരുപാട് നല്ലതാന്ന്. നീ ഇങ്ങനെ എന്നും സന്തോഷമായിട്ടിരിക്കണം വൈദേഹി. ആ സന്തോഷം നിലനിർത്താൻ വേണ്ടി ദാ ഇങ്ങനെയൊക്കെ ഓരോ സമയത്തും സർപ്രൈസുകൾ തന്നുകൊണ്ടിരിക്കും. ഇനി ഒന്നും കൂടിയുണ്ട്. ഇതെന്താ ദേവേട്ടാ, ഇപ്പഴല്ലേ സർപ്രൈസ് തന്നെ? ഇത് സർപ്രൈസ് അല്ല, ഇത് നമ്മുടെ സന്തോഷ, നമ്മുടെ മധുരിക്കുന്ന ഓർമ്മകൾ എല്ലാം ഇതിൽ നിറച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ പേജ് നമ്മുടെ ആദ്യത്തെ കണ്ടുമുട്ടല. പിന്നെ ഈ പേജസ് ഒക്കെ നമ്മുടെ പ്രണയവും കല്യാണവും. ഇത് കണ്ടോ, ഇതിലുള്ളതൊക്കെ നീ ഇല്ലാതായപ്പോ എന്റെ വേദനകൾ എഴുതിയതാ. പിന്നെ ഇത് നീ തിരിച്ചു വന്നപ്പോഴുള്ള എന്റെ സന്തോഷങ്ങളെല്ലാം. ഇത് നോക്കി, നീ ഒരു അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ എന്റെ മനസ്സിനുണ്ടായ സന്തോഷം. എന്ന് വെച്ചാൽ ഈ വീട് മുഴുവനും നിറഞ്ഞ ആനന്ദം. ഇനി ബാക്കിയുള്ള പേജുകളെല്ലാം നമ്മുടെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമെന്നാ വിചാരിക്കുന്നേ. നമ്മുടെ ജീവിതത്തിന്റെ മാധുര്യമുള്ള ഓർമ്മയായി ഇതെന്നും ഉണ്ടാവണം. ഇനി എന്നും സന്തോഷം മാത്രല്ലേ ഉണ്ടാവും? പ്രശ്നങ്ങളും വിഷമങ്ങളും പേടിയും ഒന്നും ഉണ്ടാവില്ലല്ലോ. അതുണ്ടാകും വൈദേഹി. പ്രശ്നങ്ങളും വിഷമങ്ങളും ഇല്ലാത്ത ഏത് ജീവിതമാണ് ഉള്ളത്? എന്നാലും നമ്മൾ അതിന് ജീവിതത്തിൽ പ്രാധാന്യം നൽകരുത്. അതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ ഡയറി എഴുതുന്നത്. ദേവേട്ടാ, അപ്പോ ശാപം? അത് മറന്നേക്കാനല്ലേ പറഞ്ഞ വൈദേഹി. നമ്മുടെ സ്നേഹം തന്നെ നമ്മളെ ആ ശാപത്തിൽ നിന്നൊക്കെ വിടിയിച്ചോളും. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. വൈദേഹി എന്തെങ്കിലും വേണോന്ന് പറഞ്ഞ അത് അപ്പം മുന്നിൽ എത്തിച്ചിരിക്കണം. അവൾ ഇവിടുത്തെ മഹാറാണിയാ. പണിക്കാരോടാണോ അതോ വീട്ടുകാരോടും ഇതൊക്കെ തന്നെയാണോ? എന്നാലും എത്ര നാള് അവളുടെ കുഞ്ഞിന് പിണ്ടം വെക്കുന്നത് വരെയല്ലേ ഈ രാജയോഗം. അമ്മ ഇതൊക്കെ പറഞ്ഞത് പണിക്കാരോട് മാത്രമായിട്ടല്ല, ഈ വീട്ടിലുള്ള എല്ലാവരും അത് കേട്ടോണം. ഇന്ന് നമ്മൾ ഇത്രയധികം സന്തോഷിക്കുന്നതിനും ഭാവിയെപ്പറ്റി ഒരു ശുഭപ്രതീക്ഷ ഉണ്ടായതിനും കാരണം നമ്മുടെ വൈദേഹി തന്നെയാ. അവളെ പൊന്നുപോലെ നോക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയായിട്ട് കാണും. അത് പറയേണ്ട കാര്യമുണ്ടോ അച്ഛാ? ഞങ്ങള് നോക്കിക്കോളാം. ഇപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ ദേവതയല്ലേ അവള്. അമ്മേ ഒന്ന് നുള്ളിക്കേ. എന്തിനാ മോനെ? ഒന്നുമില്ല അമ്മേ. അമ്മയുടെ മരുമോള് വൈദേഹിയോട് ഒറ്റയടിക്ക് ഇത്രയും സ്നേഹം കാണിക്കുമ്പോ സത്യമാണോ സ്വപ്നമാണോന്ന് മനസ്സിലാവുന്നില്ല. അജയന്റെ ഏറ്റവും വലിയ പ്രശ്നവും ഇത് തന്നെയാ. എല്ലാരും എന്നും ഒരുപോലെ ആയിരിക്കോ? മനുഷ്യരിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? സത്യത്തില് വൈദേഹി ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളും ഉണ്ടാവില്ലായിരുന്നു. എല്ലാം മണ്ണോട് മണ്ണായേനെ. ശത്രുക്കള് പോലും ഇപ്പൊ അവളെ ആദരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവളുടെ ഏട്ടത്തിയല്ലേ ഞാൻ. എനിക്ക് അവളോട് സ്നേഹം ഉണ്ടാവില്ലേ? അതെങ്ങനെ ഇല്ലാതിരിക്കാം? നിന്റെ അനിയത്തി സന്തോഷിച്ചാൽ മാത്രമേ ഇവിടെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവൂ. ഇതിൽ എന്റെ ഒരു സ്വാർത്ഥതയും കൂടി ഉണ്ടമ്മേ. ഒരു കുഞ്ഞെന്നെ അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് ഭാഗ്യമില്ല. വൈദേഹിക്ക് കുട്ടികൾ ജനിക്കുമ്പോ അവരെങ്കിലും എന്നെ വല്യമ്മയെന്ന് വിളിക്കുന്നത് കേട്ടിട്ട് സന്തോഷിക്കാന്ന് കരുതിയിട്ടാ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെക്കാളും വൈദേഹിയെ പൊന്നുപോലെ നോക്കേണ്ട ആവശ്യം എനിക്കാ. ഞാൻ അവളെ നോക്കിക്കോളാന്നേ. എന്റെ പൊന്നു മോള്, എത്ര കാലം കഴിഞ്ഞ നല്ലൊരു വാക്ക് പറയുന്നേ. വൈദേഹിയുടെ ഏട്ടന്റെ ഭാര്യയായിട്ടല്ല, സ്വന്തം ചേച്ചിയെ പോലെ നീ മരുമക്കള് സഹോദരങ്ങളെ പോലെ സ്നേഹിക്കാൻ തുടങ്ങിയ പിന്നെ ആ കുടുംബത്തിൽ സന്തോഷത്തിന് കുറവുണ്ടാവില്ല. എന്നും നിങ്ങളുടെ സ്നേഹം ഇങ്ങനെ നിലനിൽക്കട്ടെ. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞോ? ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. പൂർണ്ണകുംഭം ഒരുക്കുന്നു. ആ കലത്തിലെ ഭക്ഷണത്തില് ഈ വീട്ടിലെ അനന്തരാവകാശിക്ക് വേണ്ടി ഒരു ഉരുള ഉരുട്ടി മാറ്റിവെക്കേണ്ടി വരും. എന്തൊക്കെയാന്ന് കണ്ടോ? പൂർണ്ണകുംഭത്തിൽ അന്നദാനം. അവൾ ഈ വീട്ടിലെ മഹാറാണിയാണ് പോലും. വിഷമിക്കണ്ട ഊർമിളെ. അണയാനുള്ള ദീപം ആളിക്കത്തുവെന്ന് കേട്ടിട്ടില്ലേ? ഒരവസരം കിട്ടാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അത് ഈ രൂപത്തിലാ കിട്ടിയത്. ഈ നിറകുടത്തിലെ ഒരു ഉരുള ചോറ് മതി എനിക്കവളുടെ ഗർഭപാത്രം കഴുകി വൃത്തിയാക്കാൻ. നീയെല്ലാം മാറി നിന്ന് കണ്ടോ?
4 തുള്ളി ഉറ്റിച്ച ഗർഭം അലസിപ്പൊയ്ക്കോളും. 4 എണ്ണവും കൂടി ഒഴിച്ച അമ്മയും കുഞ്ഞിനെ മേളിലോട്ടെടുത്തോളും. എന്താ ചെയ്യ? ഊർമിള ആഗ്രഹിക്കും പോലെ ഗർഭം മാത്രം അലസിപ്പിച്ചാ മതിയോ? അതോ വൈദേഹിയും കൂട്ടി 2 പേരെയും ഈ ലോകത്തുനിന്നങ്ങ് മായ്ച്ചു കളഞ്ഞാലോ? നോക്കട്ടെ. നാല് തുള്ളിയാണോ? അതോ വീണ്ടും ഒരു 4 ഒഴിച്ച് അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നിച്ചു പിണ്ടം വെക്കണോ? ഒരിക്കൽ കുടുംബത്തെ മൊത്തം കൊല്ലാൻ ശ്രമിച്ച് ചീറ്റിപ്പോയതാ. വൈദേഹി എങ്കിലും അങ്ങ് പോയി കിട്ടട്ടെ. ഇവള് പോയിക്കഴിഞ്ഞാ വളരെ വലിയൊരു തടസ്സമാണ് എനിക്ക് പോയി കിട്ടുക. അറ്റ കയ്യങ്ങ് ചെയ്യാം. പോയി തോലയട്ടെ. എവിടം വരെ ഭക്ഷണമൊക്കെ റെഡിയായില്ലേ? ആ എല്ലാം റെഡിയാണേ. അതെ, അവിടെ നിന്നേ. എന്താ ഈ നെയ്യ് ആ ചോറിലോട്ട് കുറച്ചെടുത്ത് ഒഴിച്ചോളൂ. അമ്മയ്ക്കും കുഞ്ഞിനും ഇത് വളരെ നല്ലതാ. ഇതങ്ങോട്ട് ഒഴിക്ക്. ശരി. പാവം അനന്തരാവകാശിക്ക് വേണ്ടി കൊതിച്ചിരിക്കുക. പക്ഷെ ഈ കൊതി ഇതോടെ അവസാനിക്കുമെന്ന് ഇവളുണ്ടോ അറിയുന്നു? ആ മതി, കൂടിപ്പോയാലും കഴിക്കാൻ പാടാ. വൈദേഹി, ഈ കുടുംബത്തിനു വേണ്ടിയല്ലേ നീ ജീവൻ പോലും ബലി കഴിക്കാൻ തയ്യാറായത്? എന്നിട്ട് ഇന്ന് ആ കുടുംബത്തിന്റെ കൈകൊണ്ട് തന്നെ അവസാന യാത്രയ്ക്കുള്ള വഴി ഞാൻ ഒരുക്കിയിരിക്കുക. പോകാൻ തയ്യാറായിരുന്നോ? വൈദേഹി, മോളെ വൈദേഹി. വാ വൈദേഹി, എല്ലാരെക്കാളും നീ എഴുന്നള്ളുന്ന കാണാനായി എനിക്ക് ആകാംക്ഷ. ഇന്നലെ വരെ വീട്ടിലെ പണിക്കാരിയായിരുന്നു, ഇപ്പതേ മഹാറാണിയായിട്ട് എഴുന്നള്ളാൻ പോവാ. കണ്ടോ? നിനക്ക് അങ്ങനെയാണോ തോന്നിയേ? എനിക്ക് തോന്നിയത് വീട്ടുകാരെല്ലാരും ചേർന്ന് അവളുടെ വയറ്റിൽ കിടക്കണ പിണ്ടത്തിന് പിണ്ടം വെക്കാൻ വേണ്ടി കൂടിയിരിക്കുന്നെന്നാ. നീ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ വിളിച്ചു പറയല്ലേ. ആരെങ്കിലും വല്ലതും കേട്ടാ പിന്നെ അത് മതി. വാ വൈദേഹി, വാ. നീ വരുന്നതും കാത്ത് ഞങ്ങള് എത്ര നേരായി നിൽക്കുന്നു. അതെന്തിനാ ചേച്ചി? എനിക്ക് വേണ്ടി എല്ലാരും എന്തിനാ കാത്തു നിൽക്കുന്നേ എന്ന് ചോദിച്ചാ, നീ ഇപ്പൊ ഈ വീട്ടിലെ മരുമോള് മാത്രമല്ലല്ലോ, ഈ കുടുംബം രക്ഷിക്കാനെത്തിയ ദേവതയാ. നമ്മുടെ വംശത്തെ അടുത്ത പരമ്പരയിലേക്ക് എത്തിക്കാൻ വന്ന വരപ്രസാദം അല്ലേ നീ? നിനക്ക് വേണ്ടി ഞങ്ങള് കാത്തുനിന്നാ മാത്രം പോരാ, പറ്റുമെങ്കില് പൂജിക്കാനും തയ്യാറായെന്നിരിക്കും. ഹാ, ഇനി ഈ വീട്ടിലുള്ള എല്ലാവരും നിനക്ക് ശേഷേ ഉള്ളൂ. ക്ഷേത്രത്തിലെ ദേവിയുടെ വിഗ്രഹം പോലെ ഈ വീട്ടില് വൈദേഹിയാണ് ഞങ്ങളുടെ ദൈവം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ അമ്മേ? പിന്നെ 100% ശരിയാ. ഇനി എനിക്കെന്റെ ഈ മരുമോളെ സ്പെഷ്യൽ. അയ്യോ, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ? എല്ലാരും കൂടെ ചേർന്ന് എന്നെ മാറ്റി നിർത്താൻ നോക്ക. ഇതങ്ങനെ മാറ്റി നിർത്തുന്നതല്ല മോളെ, നിന്നെ പൊന്നു പോലെ നോക്കാനുള്ള ശ്രമം. നീ അതിന് സാധാരണക്കാരിയല്ലല്ലോ.
വംശത്തിന് ശാപവിമോചനം നൽകിയവളാ. ദേ ഇപ്പൊ അനന്തരാവകാശിയെ തരുന്നു. ഇതുപോലൊരു മരുമോളെ ഏതൊരു വീട്ടിലേക്ക് കിട്ടണമെങ്കിലും അവരെത്രമാത്രം പുണ്യം ചെയ്തിരിക്കണം. നീ തകർക്കുവാണല്ലോ ഓർമ്മല്ലേ. ഇനി ചന്ദ്രിക എങ്ങാനും പിടിക്കപ്പെട്ടാലും നിന്നെ ആരും സംശയിക്കില്ല. നീ അടിപൊളിയാ മുത്തേ. അല്ല, അതിരിക്കട്ടെ എന്തു, എല്ലാരും കൂടി ചേർന്ന് വൈദേഹിയെ ദേവതയാക്കി എന്നിന്ന് അകറ്റാനുള്ള പരിപാടിയാണോ? ഞങ്ങൾ എല്ലാവരെയും കാൾ നിനക്ക് തന്നെ അവളുടെ അവകാശം. ഈ ദേവതയെ ഞങ്ങൾക്ക് കൊണ്ടു തന്നത് നീയല്ലേ? അതെ അതെ, ദേവത. അതുകൊണ്ടാ ദൈവങ്ങൾ ഇരിക്കേണ്ടടുത്ത് ഇവളെയും പറഞ്ഞു വിടുന്നത്. ആ പറഞ്ഞത് സത്യാണ് എന്തു. നിങ്ങൾക്കൊക്കെ ഇപ്പോഴാ അവള് ദേവതയാന്ന് തോന്നിയത്. പക്ഷെ എനിക്കിതൊക്കെ നേരത്തെ തോന്നിയതാ. മതി ദേവേട്ട, ദേവേട്ടനും തുടങ്ങിയോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്തോ പോലെയുണ്ട്. അമ്മേ, ഭക്ഷണം കഴിക്കാൻ വരൂ, ഞാൻ വിളമ്പാ. നീ വിളമ്പാൻ പോകുന്നു? ഞങ്ങള് ഭക്തരെല്ലാവരും കൂടി ഭഗവതിക്ക് നേദിക്കാൻ പോവാ. അയ്യോ അമ്മേ, പിന്നെയും തുടങ്ങിയോ ഈ ഭഗവതിയും ദേവിയും ഒക്കെ? പറ അച്ഛാ, ഇതൊന്നും വേണ്ടെന്ന് പറ. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ വേണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഈ നിമിഷം തൊട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ദേവത തന്നെ മോള്. ഈ വീട്ടിലെല്ലാവരുടെയും മനസ്സിലും അങ്ങനെ തന്നെയാ. ഇനിയിപ്പോ അത് മാറ്റാന്നൊക്കെ പറഞ്ഞാ ഇവിടെ ആരെ കൊണ്ടും പറ്റില്ല. അച്ഛൻ എന്താ പറഞ്ഞെന്ന് നീയും കേട്ടല്ലോ. ഇനി ഞങ്ങൾ എന്ത് ചെയ്താലും നീ വേണ്ടെന്ന് പറയരുത്. ഇത് പൂർണ്ണകുംഭത്തിൽ ആദ്യത്തെ ഉരുള. നീ ഇത് കഴിച്ചിട്ട് വേണം ബാക്കി ഞങ്ങൾക്ക് കഴിക്കാൻ. കഴിക്കടി, കഴിക്ക്. നീ കഴിക്കുന്ന ആ ചോറില് നിന്റെ അമ്മായിയമ്മയുടെ കൈകൊണ്ട് തന്നെ വിഷം ചേർത്തിട്ടുണ്ട്. അവളും അത് സന്തോഷത്തോടെ ഉരുട്ടി തരുമല്ലേ. അത് വാങ്ങി വിഴുങ്ങി ഒടുക്കത്തെ കഴിപ്പ് കഴിച്ചോ. എനിക്ക് വേണ്ടമ്മേ. അതെന്താ മോളെ? നമ്മള് വാരിക്കൊടുത്താലൊന്നും അവള് കഴിക്കില്ലമ്മേ. ദൈവം വാരിക്കൊടുക്കണമായിരിക്കും. അതല്ലേ സത്യം വൈദേഹി? ഒടുക്കത്തെ പ്രേമം. പെട്ടെന്ന് ആരെങ്കിലും അത് വാരി വായിലിട്ടു കൊടുക്ക്. അതാണ് നിനക്ക് ആഗ്രഹമെങ്കിൽ അതിനാരും എതിര് പറയില്ലല്ലോ. മോനെ ദേവാ, നീ വാരിക്കൊടുക്ക. അതുകൊണ്ടല്ല എന്തുമ്മേ. പിന്നെന്താ മോളെ കാര്യം? ഇത് നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും കൂടി ഉള്ളതാ. ഇന്ദുമ്മയുടെ പ്രാർത്ഥനയായിരുന്നു ഈ പൂർണ്ണകുംഭം. വേണ്ടെന്ന് പറയാൻ പാടില്ല. കഴിക്കു വൈദേഹി. നീ അത് കഴിച്ചാലല്ലേ വയറ്റിൽ കിടക്കുന്നത് ഇല്ലാണ്ടാവൂ. പെട്ടെന്ന് കഴിക്കും മോളെ. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് നല്ലതാന്ന് തോന്നുന്നതൊന്നും വേണ്ടെന്ന് വെക്കരുത്. കഴിക്ക്. നിനക്ക് തന്നെ കഴിക്കാനാണോ? ഓ, തന്നെ കഴിക്കാൻ പോവാ? എന്നാ പിന്നെ അങ്ങനെ. എങ്ങനെയായാലും അതങ്ങ് വയറ്റിലെത്തിയാ മതി.
കുഞ്ഞിന് ആരോഗ്യം കിട്ടട്ടെ.